അമ്മ അമ്മ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നല്ലോ മാനിഫെസ്റ്റേഷൻ്റെ. ശരിക്കും ഇതൊക്കെ വർക്കൗട്ട് ആവുന്നതാണോ? അമ്മ മാനിഫെസ്റ്റ് ചെയ്തിട്ട് വർക്കായിട്ടുണ്ടോ? നല്ല ചോദ്യം. അതായത് അമ്മയുടെ മാനിഫെസ്റ്റേഷൻ്റെ തെളിവാണ് ശ്രീകുട്ടിയും പാറുവും പോലുള്ള സൽസ്വഭാവികളായ 2 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, മാനിഫെസ്റ്റ് ചെയ്തതാണ്. അതായത് വിഷ്ണുക്കുഞ്ഞ് വിവാഹം കഴിച്ചത് മെഡിക്കൽ ഫീൽഡിൽ ക്വാളിഫൈഡ് ആയ കുട്ടിയായിരുന്നു. അപ്പോൾ രാമൻകുഞ്ഞിനും ആ ഒരു ഫീൽഡിൽ തന്നെ വേണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. അമ്മ ഞാനേ ഈ മാനിഫെസ്റ്റേഷൻ്റെ കുറേ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ താഴെയൊക്കെ കമൻസ് കാണാം. ചിലർക്കിത് ശരിക്കും വർക്കായിട്ടുണ്ട്, നല്ല പവർഫുൾ ആണെന്ന് പറയും. ചിലർ പറയും ഞങ്ങൾ കുറേ ശ്രമിച്ച് പക്ഷെ ഒരു എഫക്റ്റ് ഇല്ലയെന്ന്. ശരിക്കും എന്താ, പലർക്കും പല രീതിയിലാണ് അഭിപ്രായങ്ങൾ. ശരിക്കും ഇത് എങ്ങനെയാണ് വർക്കാവുന്നത്? ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത്, ഒരു മൈൻഡ് ട്രെയിനർ ആകുന്നത് വരെ. പിന്നീടാണ് മനസ്സിലായത് ലൈഫ് ഈസ് സോ സിമ്പിൾ, നമ്മുടെ ജീവിതം നമുക്ക് തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്ന്. മാനിഫെസ്റ്റേഷൻ പലർക്കും വർക്കാവുന്നില്ലെന്ന് പറയാനുള്ള കാരണം ധൈര്യപൂർവ്വം അവർ ഡ്രീം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് സംശയം, ഭയം, ലിമിറ്റിംഗ് ബിലീഫ് ഇതൊക്കെ നമ്മളെ പിറകോട്ടടിക്കും. അതായത് ഹൈ ഫ്രീക്വൻസിയിലിരുന്ന് വേണം എപ്പോഴും ചിന്തിക്കാൻ. നമ്മൾ ലോ ഫ്രീക്വൻസിയിലിരുന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു ചിന്തയ്ക്കൊരു എനർജി ഇല്ലാതെ പോകും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ്. അതായത് നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അത് എപ്പോൾ വേണം, എങ്ങനെ വേണം, എത്രത്തോളം വേണം, ഇതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അത് ബ്രെയിനിന് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം ഫോക്കസ് ഇല്ലായ്മയാണ്. ഏതെങ്കിലും ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് വിട്ടിട്ട് മറ്റേതെങ്കിലും ലക്ഷ്യങ്ങളുടെ പുറകെ പോകും. ഫോക്കസ് ഇല്ല, കോൺസെൻട്രേഷൻ ഇല്ല. നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ, മഹാഭാരതത്തിൽ ദ്രോണാചാര്യരുടെയും അർജുനൻ്റെയും കഥ. ദ്രോണാചാര്യർ അർജുനൻ ഉൾപ്പെടെയുള്ള തൻ്റെ ശിഷ്യന്മാർക്ക് അസ്ത്രവിദ്യ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ ശിഷ്യന്മാർക്കൊരു ടാസ്ക് കൊടുത്തു. ഒരു മരത്തിൻ്റെ ചില്ലയിൽ തടി കൊണ്ടുണ്ടാക്കിയ ഒരു പക്ഷിയുടെ രൂപം. അപ്പോൾ അതിൻ്റെ കണ്ണിൽ അമ്പ് ചെയ്ത് കൊള്ളിക്കണം. അമ്പ് തൊടുത്ത് നിൽക്കുന്ന ഓരോ ശിഷ്യന്മാരോടും ഗുരു ചോദിച്ചു, നിങ്ങൾ എന്താണ് കാണുന്നത്? അപ്പോൾ ഒരാൾ പറഞ്ഞു ആ മരത്തിൻ്റെ ചില്ലയാണ് കാണുന്നത്. രണ്ടാമത്തെ ആൾ പറഞ്ഞു പക്ഷിയെ കാണുന്നു. പിന്നെ ഒരാൾ പറഞ്ഞു അതിൻ്റെ തൂവൽ കാണുന്നു. അപ്പോൾ ഗുരു അർജുനനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗുരു ഞാൻ അതിൻ്റെ കണ്ണുകൾ കാണുന്നു. അപ്പോൾ അതാണ് ഫോക്കസ്. ആ ഫോക്കസാണ്, ആ കോൺസെൻട്രേഷനാണ് നമുക്ക് ലക്ഷ്യത്തിൽ വേണ്ടത്. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള കോൺസെൻട്രേഷൻ, ഫോക്കസ്. പിന്നീടൊരു കാര്യം ലിമിറ്റിംഗ് ബിലീഫാണ്. അതായത് എനിക്കിത് സാധിക്കുമോ, എന്നെക്കൊണ്ടിത് കഴിയുമോ, അല്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റാൻഡേർഡ്, ഒരു ലൈഫ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ലൈഫ് സ്റ്റാൻഡേർഡിൻ്റെ ലെവലിലേക്ക് എത്താൻ ഉള്ള ഒരു ക്വാളിഫിക്കേഷനോ മറ്റ് മാനദണ്ഡങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെ ഒരു സാഡായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. നിങ്ങളൊരു കളക്ടറാകണമെന്ന് തീരുമാനിക്കുക. കളക്ടറാകണമെങ്കിൽ IAS എടുക്കണം, ഒരു ഡോക്ടർ ആകണമെങ്കിൽ MBBS എടുക്കണം, ഒരു എൻജിനീയർ ആകണമെങ്കിൽ BTech എടുക്കണം. പക്ഷേ നമ്മളൊരു ലൈഫ് സെറ്റ് ചെയ്യുകയാണ്, ലൈഫ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയാണ്. അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ നിലവിലുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും അല്ല അവിടെ മാനദണ്ഡം. പിന്നെയോ ഉറച്ച തീരുമാനം, ഫോക്കസ്, ലക്ഷ്യം, തീവ്രമായ ആഗ്രഹം, അതിലേക്ക് അശ്രാന്ത പരിശ്രമം ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു വില്ലിങ്നെസ്, അതാണ് വേണ്ടത്. ഈ പ്രപഞ്ചം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ റിസപ്റ്റീവ് ആകണം അത് സ്വീകരിക്കാനായി. അതിനു വേണ്ടിയിട്ട് നമ്മൾ മനസ്സിനെ സജ്ജമാക്കി വെക്കണം. അവിടെ ലിമിറ്റിംഗ് ബിലീഫുകളാണ്, അല്ലെങ്കിൽ കണ്ടാമിനേഷൻസ് ആണ്, മനസ്സ് നിറയെ മാലിന്യങ്ങളാണ്. മനസ്സിൽ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അതിന് സ്പേസ് കിട്ടത്തില്ല. ആ പ്രപഞ്ചത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട്, റിസീവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് അവിടെ ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ മനസ്സിൻ്റെ മാലിന്യങ്ങളെ നമ്മൾ നീക്കം ചെയ്യണം. അതെങ്ങനെയമ്മ? അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, മനസ്സിൻ്റെ മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിൻ്റെ മാലിന്യങ്ങൾ അമിതമായ ദേഷ്യം, ഉത്കണ്ഠ, ഭയം, അല്ലേ? അതുപോലെ ഈഗോ, ആങ്സൈറ്റി, അത്യാഗ്രഹം, അപമാന ഭയം, ഇതൊക്കെ ഉണ്ടാകും. അത് നമുക്ക് ജീവിതത്തിൻ്റെ ഇതുവരെ അനുഭവിച്ചു വന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ എക്സ്പീരിയൻസുകളിൽ നിന്ന് കിട്ടുന്ന കുറേ ട്രോമകളാണ്. അതെല്ലാം അവിടെ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തേടിയെത്തുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദി. നന്ദിയുള്ളവന് കൂടുതൽ കൊടുക്കുമെന്ന് ഈശ്വരൻ പറയുന്നത്. അത് എല്ലാ വേദങ്ങളും, ബൈബിളായാലും ഖുർആനായാലും ഹിന്ദുമതമായാലും എല്ലാം പറയുന്നത് നന്ദിയുള്ളവന് കൂടുതൽ കൊടുക്കും, നന്ദി ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് അത്രേ ഉള്ളത് കൂടി തിരിച്ചെടുക്കുമെന്നാണ്. അതുപോലെ ഖുർആൻ പറയുന്നതും അതുപോലെ തന്നെ, നീ നന്ദിയുള്ളവനാണെങ്കിൽ ഞാൻ കൂടുതൽ തന്നുകൊണ്ടിരിക്കും. അതല്ല, നന്ദി ഇല്ലാത്തവനാണെങ്കിൽ എൻ്റെ
പണിഷ്മെൻറ്റ് അത് സിവിയർ ആയിരിക്കും, കഠിനമായിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിൻ്റെ മാലിന്യങ്ങൾ കളഞ്ഞാലേ നാം റിസപ്റ്റീവ് ആകുമെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ്? ഒരു ഉദാഹരണം പറയട്ടെ. ജ്വല്ലറി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഇവരൊക്കെ നമ്മുടെ മതിലിൽ അവരുടെ പരസ്യവാചകം എഴുതാനായി സമീപിക്കാറുണ്ട്. നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അവരതിന് ഒരു എഗ്രിമെൻറ്റ് വയ്ക്കും. പിറ്റേ ദിവസം തന്നെ അവർ ഒരു ടിന്ന് പെയിൻറ്റും ഒരു ബ്രഷുമായിട്ട് വന്നിട്ട് അവിടെ അങ്ങ് പരസ്യവാചകം എഴുതുകയാണോ ചെയ്യുന്നത്? അല്ല, ആദ്യം മതിൽ വൃത്തിയാക്കണം. യെസ്, ആദ്യം നന്നായിട്ട് ചെളിയും അഴുക്കും മണ്ണും എല്ലാം കളഞ്ഞ് ആ പ്രതലം ഒന്ന് വൃത്തിയാക്കും. ദെൻ അവിടെ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം പുട്ടിയടിച്ച് അതെല്ലാം ഒന്ന് ഈവനാക്കും, ആ പ്രതലം ഒന്ന് നിരപ്പാക്കും. എന്നിട്ട് ഏത് പെയിൻറ് ഉപയോഗിച്ചാണോ, ഏത് കളർ പെയിൻറ് ഉപയോഗിച്ചാണോ അവിടെ പരസ്യവാചകം എഴുതാൻ ഉദ്ദേശിക്കുന്നത്, ആ പെയിൻറ്റിന് കൂടുതൽ എടുപ്പ് കിട്ടത്തക്ക രീതിയിൽ, അതായത് അത് കാണുന്ന വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ പരസ്യവാചകം നന്നായി കയറുന്ന ആ വിഷ്വലൈസ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഒരു കളർ പെയിൻ്റ് അടിക്കും. അത് കറുത്ത പെയിൻറ് കൊണ്ടാണ് അവർ പരസ്യവാചകം എഴുതുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് ആയിരിക്കും. അതല്ല റെഡ് കളർ കൊണ്ടാണ് എഴുതുന്നതെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ ബാക്ക്ഗ്രൗണ്ടിൽ അടിക്കും. പിന്നീടാണ് പരസ്യവാചകം എഴുതാൻ തുടങ്ങുന്നത്. അതുപോലെയാണ് മനസ്സിൻ്റെ മാലിന്യങ്ങൾ കളഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പുതിയ ലക്ഷ്യങ്ങൾ കൊടുക്കാനും ആ ലക്ഷ്യം പ്രപഞ്ചം നമുക്ക് പ്രാവർത്തികമാക്കി തരാനും സാധിക്കുകയുള്ളൂ. പ്രപഞ്ചം നമ്മുടെ മേലെ അനുഗ്രഹങ്ങൾ വർഷിക്കാനായി നമ്മുടെ ബാങ്ക് ബാലൻസ് തിരക്കത്തില്ല. ലോക്കറിൽ എന്തുമാത്രം സ്വർണ്ണമുണ്ട്, അതും അല്ലെങ്കിൽ നിനക്ക് ഈ സമൂഹത്തിൽ എന്തെല്ലാം പദവികൾ നീ അലങ്കരിക്കുന്നുണ്ട്, ഇതൊന്നും പ്രപഞ്ചത്തിന് അറിയണ്ട. അവിടെ ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, നീ എത്രമാത്രം ഗ്രേറ്റ്ഫുള്ളാണ്, നീ എത്രമാത്രം സിൻസിയറാണ്, നിൻ്റെ ചിന്തയിൽ വാക്കിൽ പ്രവൃത്തിയിൽ ഒക്കെ എത്രമാത്രം സിൻസിയറാണ്, നീ എത്ര എമ്പത്തറ്റിക്കാണ്. ഇതാണ് അവിടെ അറിയേണ്ടത്. പ്രപഞ്ചത്തിൻ്റെ ബാങ്കിൽ ഉള്ള ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിൻ്റെ മാലിന്യങ്ങളെല്ലാം കളഞ്ഞ് ലക്ഷ്യം ധൈര്യമായിട്ട് ഡ്രീം ചെയ്താൽ, അല്ലെ ക്ലാരിറ്റിയോടുകൂടി നല്ല ഫോക്കസോടുകൂടി കോൺസെൻട്രേഷനോടുകൂടി ഡ്രീം ചെയ്താൽ അതെല്ലാം ഈ പ്രപഞ്ചം നമുക്ക് സാധിച്ചു തരും. ഇനിയും മോളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ? പറഞ്ഞു കൊടുക്കും. ഇപ്പം എനിക്ക് ഏകദേശം കാര്യങ്ങൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ വന്നിട്ടുണ്ട്. ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വർക്കൗട്ട് ആവും. ഗുഡ് ഗേൾ, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ.